Good morning. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 and 8 നമ്മുടെ എക്സസൈസ് തീരാറായി കേട്ടോ. നമുക്ക് അതേപോലെ സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ഫൈൻഡ് ദ വാല്യൂസ്. ഇവിടെ 3 വാല്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ്? x is equal to 3, a is equal to -1, b is equal to -2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഴുതാം. 3x - 5 - x + 9. ഇപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ചെയ്യാനില്ല അല്ലേ? പക്ഷെ നമുക്ക് ഒരേപോലുള്ള ടേംസ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. ഇവിടെ പ്ലസ് എക്സ് ടേംസ് ഏതൊക്കെയുണ്ട്? +3x - x. ഇത് പ്ലസ്, ഇത് മൈനസ്. വെറും എക്സ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്? 1 ഉണ്ട് അല്ലേ? അപ്പം +3x -ന്ന് -1x പോയാൽ പ്ലസും മൈനസും വന്ന് സബ്ട്രാക്ട് ചെയ്തു. ആൻസർ 3 - 1 2x ആണ്. ലാർജർ സൈൻ അതാരാണ്? പ്ലസ്. ഓക്കെ, ഇനി അത് തീർന്നു. ഇനി കോൺസ്റ്റന്റുകൾ നോക്കാം. -5 + 9. Here also plus and minus, then we have to subtract. 9 - 5 എത്രയാണ്? 4. And the larger sign. 9 has the larger sign. It is the plus. Okay, കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് കൊടുക്കാൻ പോകണം? വാല്യൂസ് കൊടുക്കാൻ പോവാ. Is equal to ഇവിടെ തന്നെ ചെയ്യുവാണ്. 2x + 4 അല്ലേ? That is 2 into x എത്രയാണ്? 3 + 4 is equal to 2 into 3 6 + 4. 6 + 4 is equal to 10. Here all are positive sign. Then 6 + 4 is equal to 10. Next one, 2 - 8x + 4x + 4 is equal to, here also 4 terms, 2 - 8x, then 4x, then 4. ആദ്യം നമുക്ക് എക്സ് ടേം ചെയ്യാം. ഇവിടെ നോക്കിയേ, -8x ആൻഡ് +4x. പ്ലസും മൈനസും എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ. 8 - 4, 8 ന്ന് 4 പോകെ 4x. ഇനി വാട്ട് ഈസ് ദ സൈൻ? -8x plus the larger one is 8, then the sign is minus, therefore it is -4x. Then constant ഏതൊക്കെയാണ്? 2 and 4 രണ്ടും +2 ആണ്, +4 ആണ്. നമുക്ക് വെറുതെ ആഡ് ചെയ്താൽ മതി. 2 + 4 6. എക്സിന്റെ വാല്യൂ കൊടുക്കാം. is equal to -4 into x എത്രയാണ്? 3 അല്ലേ? +6, that is equal to 4 into 3 12. സൈൻ എത്രയായിരിക്കും? -4ഉം +3 മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ആൻസർ ഈസ് -12 + 6. Again it is -12 and +6. പ്ലസ് ആൻഡ് മൈനസ് എന്ത് ചെയ്യും? നമ്മൾ സബ്ട്രാക്ട് ചെയ്യും അല്ലേ? 6 ലാർജർ സൈൻ -6. ശരിയല്ലേ? ഓക്കെ, നമുക്ക് തേർഡ് വൺ ചെയ്താലോ? തേർഡ് വൺ 3a + 5 - 8a + 1. ഇവിടെ എ ടേം ആണ്. ഇപ്പൊ എത്ര നമ്മൾ എക്സ് വെച്ചായിരുന്നു ചെയ്ത്. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? വേരിയബിൾസ് നോക്കാം. 3a ഉണ്ട്, -8a, പ്ലസും മൈനസും പറഞ്ഞോ സബ്ട്രാക്ട് ചെയ്യും അല്ലേ? 5a അല്ലേ? 8 - 3 എത്രയാണ്? 5. ലാർജർ സൈൻ ഏതാണ്? മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് കൊടുത്തു. ഇനി കോൺസ്റ്റന്റുകൾ ഏതൊക്കെയാണ്? 5ഉം 1ഉം രണ്ടും പ്ലസ് ആണ്, അതുകൊണ്ട് രണ്ടും ആഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. ഇനി എയുടെ വാല്യൂ കൊടുക്കാൻ പോവാ. വാട്ട് ഈസ് എ? എ ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പം -5 into -1, ഓക്കെ, then +6. Here 5 into 1 5. Here it is minus and minus. Minus into minus എത്രയാണ്? പ്ലസ് ആകും അല്ലേ? +5 രണ്ടും പ്ലസ് ആണ്. 6ഉം 5ഉം പ്ലസ് ആണ്. 11 ആൻസർ. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ സൈൻ ഇട്ട് കൊടുക്കുക. സോറി, വേരിയബിൾസിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്? പ്ലസും മൈനസും. നമുക്ക് ഇനി ഏതാ ചെയ്യാൻ പോലെ? ഫോർത്ത് വൺ ആണ്. 10 - 3b - 4 - 5b അല്ലേ? ഇവിടെ ആദ്യം സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം നമുക്ക് ബി ടേംസ് നോക്കി. -3b - 5b രണ്ടും മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. 8b എന്നിട്ട് സൈൻ എന്നാ കൊടുക്കും? മൈനസ്. ഇനി വേരിയബിൾസ് കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? 10ഉം 4ഉം. +10 -4. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. 10 ന്ന് 4 പോകെ 6, വലുത് 10 ആണ്, അതുകൊണ്ട് അതിന്റെ സൈൻ പ്ലസ്. ഇത് കിട്ടി, സിംപ്ലിഫൈ ചെയ്തു. ഇനി ബിയുടെ വാല്യൂ കൊടുക്കാം. ബി എത്രയാ? ബി ഈസ് -2. That is -8 into -2 + 6 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്തേ. 8 into 2 16
then the sign is minus into minus. It will become plus 22. Answer is 22. Simple അല്ലേ മക്കളെ? നിങ്ങൾക്ക് അറിയാം. ഫിഫ്ത്ത് വൺ ചെയ്യാവേ. 2a minus 2b minus 4 minus 5 plus a. ഇച്ചിരി വലുതായിട്ട് കിടക്കും അല്ലേ? നമുക്ക് ആദ്യം ഇവിടെ എ ടേം ഉണ്ട്, ബി ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എ നോക്കാം. ഇവിടെ 2a പ്ലസ് 1a, രണ്ടും പ്ലസ് ആണ്, ആഡ് ചെയ്താൽ മതി. 2 + 1 3a പ്ലസ് ആയതുകൊണ്ട് സൈൻ പ്ലസ് തന്നെ. ഇവിടെ ബി ടേം ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് മാത്രം എഴുതി കൊടുത്തു. 2b. ഇനി കോൺസ്റ്റന്റുകൾ ഏതൊക്കെയുണ്ട്? -4 ഉണ്ട്, -5 ഉണ്ട്. രണ്ട് മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ 9 സൈൻ മൈനസ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഇതിനകത്തോട്ട് വാല്യൂസ് കൊടുക്കാൻ പോവാം. ആദ്യം 3 × a എത്രയാണ്? -1. ഇനി അടുത്ത നെക്സ്റ്റ് വൺ -2 × b എത്രയാണ്? -2 അല്ലേ? ദെൻ -9. ഇവിടെ നോക്കി 3 × -1 3 × 1 3 പ്ലസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മൈനസ്. ഹിയർ 2 × 2 4. ഈ 2 മൈനസ് ആണ്, ഇതും മൈനസ് ആണ്. അപ്പോൾ മൈനസ് മൈനസ് ഇടാകുമ്പോൾ പ്ലസ് ദെൻ -9. നമുക്ക് ആദ്യം ഏതൊക്കെയുണ്ട്? +4 അതുപോലെ എഴുതി. പ്ലസ് അത് മാത്രമേ ഉള്ളൂ. ഒന്നിക്കുള്ളുണ്ടെങ്കിൽ നമുക്ക് അത് തമ്മിൽ ആദ്യം അഡീഷണൽ സബ്ട്രാക്ഷൻ എന്ത് വെച്ച് ചെയ്താൽ. ഇവിടെ മൈനസ് സൈൻ രണ്ടെണ്ണം ഉണ്ട്. -3 -9 രണ്ടും മൈനസാണ്. മൈനസ് വന്നാൽ രണ്ടും മൈനസ് ആണെങ്കിൽ ആഡ് ചെയ്യും. എത്ര വരും? 12. എന്നിട്ട് ഏത് സൈൻ കൊടുക്കണം? മൈനസ് സൈൻ അല്ലേ? ഇനി ഇവിടെ +4 -12 പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യും 8. എന്നിട്ട് ആരുടെ സൈൻ കൊടുക്കും? ലാർജർ സൈൻ കൊടുക്കും. ആൻസർ ഈസ് -8. എളുപ്പമല്ലേ? എല്ലാം എളുപ്പമാണ്. പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ പ്രശ്നക്കാരൻ. അപ്പം ആ പ്രശ്നക്കാരനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ? അപ്പം അവർ നമുക്ക് ഈസി ആക്കി തരും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വൺ ചെയ്യാം. 8th വൺ ചെയ്യാം. ഇഫ് z is equal to 10, find the value of z³ - 3 × z - 10. z എത്രയാണ്? 10. ഫസ്റ്റ് ഇതൊരു ലാർജർ എക്സ്പ്രഷൻ ആണ്. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യണ്ടേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? z³ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. -3 × z 3 × z 3z. ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പൊ എന്താകും സൈന്? മൈനസ്. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. നെക്സ്റ്റ് -3 × -10 3 × 10 30. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും? പ്ലസ്. ഇനി നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? ഇസഡിന് വാല്യൂ. ഇസഡ് എത്രയാണ്? 10³ - 3 × 10 + 30. 10³ എത്രയാണ്? 10 × 10 × 10 എത്രയാണ്? 1000. ഇത് എത്ര വരും? 3 × 10 30. സൈനോ? ഇത് മൈനസ്, ഇത് പ്ലസ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇത് +30 ഈസ് ഈക്വൽ ടു ഇത് കണ്ടോ? +30 -30. അത് ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കി ആൻസർ എത്രയാണ്? 1000. എളുപ്പമല്ലേ? കേട്ടോ, -30 +30 അങ്ങനെ വരുമ്പോൾ അത് പിന്നെ കാൽക്കുലേഷൻ ഒന്നും നിൽക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് അന്നേരം തന്നെ അത് ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മളെപ്പോഴും മാത്സ് എപ്പോഴും കാൽക്കുലേഷൻ എപ്പോഴും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വേണം. അല്ലാതെ എല്ലാം കൂടെ നിരത്തി പിടിച്ച് എഴുതുകയൊന്നും ചെയ്യരുത്. നെക്സ്റ്റ് വൺ എന്താണ്? 8ന്റെ സെക്കൻഡ് വൺ ആണ്. p² - 2p - 100. പിയുടെ വാല്യൂ എന്നാ കൊടുക്കണം? -10. ഇത് സിംപ്ലിഫൈ ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് വാല്യൂ കൊടുക്കാം. ആദ്യം p² - 10ന്റെ സ്ക്വയർ -2 × p എത്രയാണ്? -10 അല്ലേ? -100. ഓക്കെ, 10ന്റെ സ്ക്വയർ 100. മൈനസിനെ സ്ക്വയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. പവർ ഈസ് ഈവൻ നമ്പർ. ദെൻ മൈനസ് സൈൻ ബിക്കം പ്ലസ്. ഇതാണോ? വേണ്ട. ഇനി നോക്കിയേ, 10 × 2 20 മൈനസ് ഇൻറ്റു മൈനസ്. രണ്ടും മൈനസ് ആണ്, അത് പ്ലസ് ആകും. ഹിയർ -100. ഇവിടെ നോക്കിയേ, +100 -100. അന്നേരം നമുക്കത് ക്യാൻസൽ ചെയ്യാം. ആൻസർ ഈസ് 20. എളുപ്പമല്ലേ?
ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്താലേ നിങ്ങളിത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ. അതിനാണ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങളിത് ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.